ഇന്നോട് പറഞ്ഞിട്ട് സമാധാനം കിട്ടില്ല. ഇല്ല ഇങ്ങോട്ട് വന്ന് പറയാം, എന്നാലും എനിക്ക് സമാധാനം ഉണ്ടാവും. ഇന്നീൻ്റെ അടുത്തൊന്നും ചക്കൻ പെണ്ണേ അടുത്തൊക്കെ ഏതൊക്കെയില്ല. എൻ്റെ അടുത്തൊന്നും പറയാൻ പറ്റില്ല, വേറെ ഒന്നും അറിയില്ല. എൻ്റെ മോനായിട്ട് അരി കൂട്ടി പോയേ. എൻ്റെ മോൻ ഇപ്പം സാധനം വാങ്ങാൻ പോയിന്. എൻ്റെ മോനെ കല്യാണമൊന്നുമില്ല. വേണപ്പാ നോക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പിള്ളേരോടൊന്നും പറഞ്ഞൂടാ, എങ്ങനെയാണ് കണക്കാക്കുക? പിള്ളേരെ ആയാന്നൊന്നും പറയാൻ പറ്റൂല. നിങ്ങളെ മോനായിട്ടായിരിക്കുവാ? ഇല്ല, എൻ്റെ മോൻ അങ്ങനെ പോകില്ല. നിങ്ങളെ മോൻ എത്രയായി വയസ്സ്? ഓന് 10-25 വയസ്സായി. പക്ഷേ ഓനെ ഒരു കുട്ടികളെ മുഖത്ത് ഒന്നും നോക്കില്ല. ഓനിങ്ങനെ കുത്തുകൊടുത്തൊക്കെ പോക്ക് പോവും. ഓന് വേണം സാധനം മേടിക്കാൻ ഞാൻ കൊണ്ടുകൊടുത്തു. ഒരു പണി ഞാൻ എടുത്തിക്കൂല. അവനെ കൊണ്ട് അവനെ കൊണ്ട് ഈ പണി ഞാൻ എടുത്തിക്കൂല. ഓനെ പോയി കൊടുക്കണം. ഓനെ പിന്നെ കുടിച്ച ഗ്ലാസ് വരെ ഓന് ഞാൻ കൈ കൊടുക്കണം. ഞാനവിടെ ഇല്ലെങ്കിലും ഓൻ അപ്പം അവിടെ വെച്ചിട്ടുണ്ടാവും. അതെല്ലാം ഞാൻ വന്ന് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് ഞാൻ എൻ്റെ മോനെ പഠിപ്പിച്ചത്. പഠിക്കാൻ നല്ലോണം അറിയാം. അങ്ങനെ ഞാൻ അവനെ പോയിച്ച്. വൈക്ക് പഠിക്കുന്ന അറിയാതെ? വൈക്ക് പഠിക്കാൻ നല്ല ഓനെ അറിയാം. ബാക്കി വലിയ പണി അങ്ങനെ പറഞ്ഞില്ല. ഓനിങ്ങനെ പണിക്ക് നോക്കുന്നുണ്ട്. പക്ഷെ വലിയ പണി ഞാൻ നാടൻ പണിക്കേ നോക്കിപ്പോയില്ല. പഠിക്കാനേ അറിയാതെ? വളക്ക് വേണം അറിയാം. ഇനി എന്താ അങ്ങനെ പറഞ്ഞേ? വളക്ക് വേണം അറിയാമെന്ന് അങ്ങനെ പറഞ്ഞേ? ഇതെൻ്റെ മോനല്ലേ? എൻ്റെ മോനെ അങ്ങനെ പോയിട്ടാ ഓനങ്ങനെ ചെയ്യില്ല. നിങ്ങളെ മോനാറ്റാളി നീ നോക്കട്ടെ. എൻ്റെ അപ്പ ഇതെൻ്റെ മോൻ്റെ ഞാൻ എൻ്റെ കാണുന്നു. ഞാൻ അങ്ങനെ പോയിട്ടില്ല. മോന എൻ്റെ കൃഷ്ണവാണി പോലെ നോക്കിയ മോനായി. അന്നേ പറ്റി പോയാ ഇത് കണ്ടിട്ടേ പെണ്ണിറങ്ങി അങ്ങനെ ചക്കനൊരു പണിയില്ല, വരവില്ല. പെണ്ണിന് പണി ഉണ്ടാവും എന്തെങ്കിലും? പെണ്ണിനെന്ത് പണിയാപ്പാ? നല്ല കമ്പനിയുണ്ട്, പണി ഉണ്ടാവും. എന്തെല്ലാം വിചാരിച്ചിനോ തോന്നേ ചക്കൻ കൂട്ടി വരുമെന്ന് കണക്കാക്കിനാ? എന്ത് ഞാൻ ചെയ്യണ്ടേ? ചെയ്യുന്നില്ലേട്ടാ. ഇനി എന്തെന്ന് പറയാനാ സാരോ ചേച്ചി? ഇനി എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് ഇനി കൂട്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കേ വളക്കെല്ലാം കത്തിച്ചിട്ട്. എന്ത് വിഷമം! ഞാൻ എന്തെല്ലാം സ്വപ്നം വിചാരിച്ചെന്നറിഞ്ഞ എന്നിട്ട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ അറിയില്ലേനും. അവിടെങ്ങാനും ഇരിക്കുക സാരോ ചേച്ചി. കഞ്ഞിട്ട് വെള്ളമാറ്റം കുടിക്കുന്ന കുറച്ച് വേണ്ട. എനിക്കൊന്നും വേണമെങ്കിൽ എനിക്ക് വിഷമം പറഞ്ഞ എന്ത് കഞ്ഞിലാണ് കുടിച്ചു പറയുന്നത്? എനിക്കൊന്നും വേണ്ടേ. പോട്ടേക്കുന്നേ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഇരിക്കുന്നില്ല മോളെ. ഞാൻ പോന്നെ. ഞങ്ങൾ ചെന്ന് നോക്കട്ടെ എന്തെല്ലാന്ന്. ഞാൻ പോന്ന നിങ്ങളെടിയാ പോന്നേ? നിങ്ങളെ ഒഴിച്ചു ഓടി പോന്നാ? ഞാനും പോന്ന. നിങ്ങളെടിയാ പോന്നെ? വേഗം എടുത്തിട്ട് ഞാൻ പോന്ന. ഞാൻ പോന്ന. എല്ലാവരും പാഠം പഠിക്കട്ടെ. ഞാനിപ്പോൾ വേഗമൊന്നും വരുമോ? ഞാൻ 1-2 മാസം കഴിഞ്ഞാൽ ഞാൻ വരും. പക്ഷെ അതുവരെ പഠിക്കട്ടെ. ഒരു ചെക്കൻ പണിയില്ല. ചെക്കൻ പണിയില്ല. പെണ്ണിനും പണിയില്ല. എങ്ങനെ ജീവിക്കാൻ നോക്കാനോ? ആടി വരി പൈസ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ വരുമ്പോഴേക്ക് എന്നാ ചെയ്യാൻ നോക്കാനോ? പൈസ കഴിച്ചാൽ വേണ്ട ജീവിക്കണ്ടേ? പണിയും കാര്യം എടുക്കാഞ്ഞാൽ ഒളിച്ചോടി പോകാൻ മാത്രം പഠിച്ചാൽ പോരാ. എല്ലാം പഠിക്കണം. കൈ പൈസ ഇടുന്ന ആദ്യം നോക്കണം. എന്നിട്ടാ കൂട്ടിപ്പോക്ക്. എല്ലാം നിങ്ങളെടിയാ പോന്നിപ്പോ? ഞാനിങ്ങനെ പോന്ന. ഇങ്ങനത്തെ കാക്ക എനിക്ക് നിൽക്കേണ്ട. അവർക്ക് വന്നാൽ വേറെ താക്കോലുണ്ട്. ഇങ്ങനെ താക്കോലം കൊടുത്ത് അവർ വന്നാൽ എൻ്റെ അടുത്ത് വേറെ താക്കോലുണ്ട്. ഇങ്ങനത്തെ കുട്ടികളെ കാത്ത് നിൽക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ എത്ര കഷ്ടപ്പെട്ട് പോയിച്ചതാ. ഇങ്ങനെയാണെങ്കിൽ അപ്പം ഞാനും പോന്ന. എനിക്ക് ഓരോരോ അമ്പലങ്ങളിലും പോവുകയുണ്ട്. ജീവിതം എന്താ പൊങ്കലിയാ എന്നാ വിചാരം? എങ്ങനെയാണ് ജീവിക്കാൻ നോക്കാനാ? ഒരു ഗ്ലാസ് വെള്ളം വെക്കാതെ പോകാൻ അറിഞ്ഞൂടാ. ഒരു മുട്ട വൈകി തിന്നതിന് അറിഞ്ഞൂടാ. ഒരു ഭക്ഷണം ഏതാക്കിയെന്ന് അറിഞ്ഞൂടാ. പിന്നെ അങ്ങനത്തെ ഒരു പെണ്ണ് വന്നെങ്കിൽ എന്തെന്നാ ചെയ്യാൻ ഞാനിങ്ങ് പോന്ന. ഓരതാ വിഷമം കൊണ്ട്